വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കഫർനാമിലേക്കുള്ള യാത്ര. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിന്റെ മറുകരെ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്ന ജനങ്ങൾ. അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് യേശു നൽകിയ ഭക്ഷണം കഴിച്ച് തൃപ്തരായ വലിയ ജനാവലി യേശുവിനെ തങ്ങളുടെ രാജാവാക്കുന്നതിനു വേണ്ടിയുള്ള പടപ്പുറപ്പാടാണ് എന്ന് മനസ്സിലാക്കിയ യേശു തന്റെ ശിഷ്യന്മാരെ സമീപത്ത് വിളിച്ച് ഉടനെ തന്നെ സ്ഥലം വിടുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതിനു ശേഷം തനിയെ വിജനമായ ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങിയെന്നാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായി യേശുവും ശിഷ്യന്മാരും അപ്രത്യക്ഷരായി എന്ന് കണ്ട ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും തിരക്കിക്കൊണ്ട് നാനാദിക്കുള്ളിലേക്കും പരക്കം പായുന്നു. ക്ഷണനേരം കൊണ്ട് അത് സമീപ പ്രദേശങ്ങളിലൊക്കെ അറിയാനിടവന്നു. യേശുവിനെ കാണാനില്ല. യേശുവിനെ അന്വേഷിച്ച് തിബേരിയസ് കടൽ തീരഭാഗത്തുനിന്ന് തന്നെ കിട്ടിയ വള്ളങ്ങളിലും ബോട്ടുകളിലുമായി ജനങ്ങൾ അന്വേഷിച്ചെത്തുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണം നൽകി തൃപ്തരാക്കിയ ആ സ്ഥലത്ത് മുഴുവനും അന്വേഷിക്കുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കാണാനില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല ബോട്ടുകളിലും വള്ളങ്ങളിലുമായി യേശു അന്ന് താമസിച്ചിരുന്ന സ്ഥലമായ ഗാലിലി പ്രദേശത്തുള്ള കഫർനാമിലേക്ക് തിരിക്കുന്നു. അവിടെ യേശുവിനെ കണ്ടെത്തുന്നു. യേശുവിനെ അന്വേഷിച്ച് കഫർനാമിലേക്ക് എത്തുന്ന ജനങ്ങളെയാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.